കഴിഞ്ഞ റീലിൽ സ്റ്റേക്കേഷന് പോയപ്പോൾ എട്ടിൻ്റെ പണി കിട്ടിയ കാര്യം പറഞ്ഞിരുന്നല്ലോ അല്ലേ. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷനാണ് കേട്ടോ ഈ വീഡിയോ. ഇനി എന്തൊക്കെ പണികളാണ് കിട്ടാൻ പോകണമെന്ന് അറിയില്ല, എന്താണെങ്കിലും അതിനെ ഫേസ് ചെയ്യാമല്ലോ, അതിപ്പോൾ നിവൃത്തിയില്ലല്ലോ അല്ലേ. അങ്ങനെ ഞങ്ങൾ നൈറ്റ് ആയപ്പോൾ ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങിയതാണ് കേട്ടോ ബീച്ചിലേക്ക് പോകാൻ. ഈ റിസോർട്ടിൻ്റെ ബാക്ക് സൈഡിൽ കായലും ഫ്രണ്ട് സൈഡിൽ ബീച്ചുമാണ് കേട്ടോ. ഞങ്ങൾ ഈവനിങ്ങിലാണ് കേട്ടോ ചെക്ക് ഇൻ ചെയ്തത്. ആ സമയത്ത് നല്ല തിരക്കായിരുന്നു ബീച്ചിൽ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു നൈറ്റിൽ വരാമെന്ന്. നൈറ്റിൽ പിന്നെ അത്ര തോന്നെ ആളുകളൊന്നുമില്ല കേട്ടോ, കുറച്ച് ആളുകളുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല പ്രൈവസിയോട് കൂടിയിട്ട് ബീച്ചിൽ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റി. പിന്നെ ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് റിസോർട്ടിലെ റെസ്റ്റോറൻറ്റിൽ ചെന്നപ്പോൾ ഉണ്ടല്ലോ അവിടെ ഫിഷ് ഐറ്റം ഒന്നുമില്ല കേട്ടോ. അതിൽ പിന്നെ ഞങ്ങൾ വേറെ റിസോർട്ടിൽ നിന്നാണ് ഫുഡ് കഴിച്ചത്. നല്ല ഫ്രഷ് മീനൊക്കെ കിട്ടിയിട്ടോ. രാവിലെ മുതലേ ഭക്ഷണം ശരിയായിട്ടില്ല. ഏതായാലും ഡിന്നർ പൊളിയായിരുന്നു. മോർണിംഗിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകാൻ കേട്ടോ. ഇക്കാൻ്റെ റിഷുവിൻ്റെ ഡ്രസ്സ് ഒരേപോലെ ഉണ്ട് അല്ലേ. അപ്പോൾ മോളൂന് ഫുഡ് വേണ്ടാറിഞ്ഞിട്ട് ഞങ്ങളെ കൂടെ പോന്നിട്ടില്ല കേട്ടോ. ഇത് റിസോർട്ടിലെ റെസ്റ്റോറന്റ് ആണ് കേട്ടോ, ബീച്ചിനടുത്താണ്. അതുകൊണ്ട് തന്നെ ബീച്ച് വ്യൂ ഒക്കെ ആസ്വദിച്ചിട്ട് നമുക്ക് ഫുഡ് കഴിക്കട്ടോ. അതൊരു പ്രത്യേക ഫീലാണ് അല്ലേ. നമുക്ക് കടൽ എപ്പോഴും കാണാൻ പറ്റാത്തതുകൊണ്ടാക്കരം കടലിനോട് ഭയങ്കര ഒരു ഇഷ്ടമാണ്. ഞാനും ഋഷും ജസ്റ്റ് ബീച്ചിലേക്കൊന്ന് ഇറങ്ങി കേട്ടോ. പക്ഷെ നല്ല വെയിലാണേലും പിന്നെ അധികം നേരം അവിടെ നിന്നില്ല. ഇനിയിപ്പോൾ മൈഗ്രെയിൻ ഒന്നും ഉണ്ടാവണ്ടെന്ന് വിചാരിച്ചിട്ട്. ഇതെനിക്ക് മോള് കൊണ്ടുവന്ന ഡ്രസ്സാണ് കേട്ടോ. ഞാനും മോളും ചില ഡ്രസ്സൊക്കെ അങ്ങോട്ടും ഇട്ടും മാറിയിടാറുണ്ട് കേട്ടോ. അപ്പം ഇന്നലെ മോളിട്ടു എന്ന് ഞാനിട്ടു. എനിക്ക് ഏറ്റവും ഇഷ്ടം സ്കേർട്ടും ടോപ്പും ആണ് കേട്ടോ. എനിക്ക് നല്ല കംഫർട്ടാണ് അത് വെയർ ചെയ്യാൻ. ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് സ്കേർട്ടും ടോപ്പൊക്കെയാണ് ഇട്ടിരുന്നത്. ചിലപ്പോൾ അതുകൊണ്ടാവാം. പിന്നെ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണല്ലോ.